ചീസും ചിക്കനൊക്കെ ഉപയോഗിച്ച് നല്ലൊരു ഫില്ലിംഗ് കൊടുത്താണ് ഇന്നത്തെ ചപ്പാത്തി ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇപ്പോൾ ചപ്പാത്തി ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ്റെ ഫില്ലിംഗ് ചെയ്യണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിനൊപ്പം കുറച്ച് ബട്ടറും കൂടെ ചേർക്കുക. ഒരു 1 ടീസ്പൂണോളം ബട്ടറും ചേർത്ത്. ബട്ടറും ഓയിലും ചൂടാകുമ്പോഴത്തേക്ക് ഒരു 10 വെളുത്തുള്ളി ചതച്ചതാണ്, അത് ചേർക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. വെളുത്തുള്ളി ഇട്ട ശേഷം നല്ലൊരു മണം വരുന്നാൽ മതി, ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായിട്ട് ഇടുക. ഇതിനൊപ്പം തന്നെ ഒരു പച്ചമുളക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർക്കാം സവാളയുടെ ഒപ്പം. നന്നായിട്ട് വഴറ്റുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നോക്കിയാൽ സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്ക് മസാലകളിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ടൊമാറ്റോ പ്യൂറി, ഇത് പാക്കറ്റിൽ കിട്ടുന്ന ടൊമാറ്റോ പ്യൂരിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിന് പകരം ഒരു ചെറിയ ടൊമാറ്റോ, ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ പ്യൂറി ചെയ്തെടുത്താലും മതി. ഇത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി ടൊമാറ്റോയുടെയൊക്കെ പച്ചമണം മാറണം. 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ, 200 ഗ്രാം ബോൺലെസ് ചിക്കൻ തൈസാണ് ഉപയോഗിച്ചേക്കുന്നത്. ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചാലും മതി. ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റിനേക്കാളും സമയം എടുക്കും. നമ്മൾ ചിക്കൻ തൈസ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും. 1-2 മിനിറ്റ് വഴറ്റിയ ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ 5 മിനിറ്റോളം കുക്ക് ചെയ്യുമായിരുന്നു. ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇടാനായിട്ടുണ്ട്. ഫ്ലെയിം ഹൈയിൽ വെക്കുക. ഹൈയിൽ വെച്ചിട്ട് ക്യാപ്സിക്കം, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ക്യാപ്സിക്കം ഇട്ട ശേഷം അധികം കുക്കിംഗ് ആവശ്യമില്ല. അതിനകത്തുള്ള വെള്ളം ഫുള്ളായിട്ട് പോകണം, ഡ്രൈ ആയിരിക്കണം. ഈ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഈ പീസസ് ഒന്നുകൂടെ ചെറുതാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ചിക്കൻ ഫില്ലിംഗ് റെഡിയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ചപ്പാത്തിക്കകത്ത് ഇത് വെച്ച് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ തവ ചൂടായി, ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തി കുക്ക്ഡായി. ഇനി നമുക്കിതിനകത്തേക്ക് ഫില്ലിംഗ് കൊടുക്കണം. അതിനായിട്ട് ചീസ് ഒരു സൈഡിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മോസറല്ലായും പ്രോസസ്ഡും കൂടെ ഉള്ളൊരു ബ്ലെൻഡാണ്. അതിലേക്ക് കുറച്ച് ഫില്ലിംഗ് കൊടുക്കാം. വീണ്ടും കുറച്ച് ചീസ് ഇടാം.
ഇത് കവർ ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തിയുടെ പുറം നല്ല ക്രിസ്പാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് ബട്ടർ, അപ്പം അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചീസ് മെൽറ്റായിട്ട് അതങ്ങ് സൈഡ്സ് അങ്ങ് ഒട്ടിക്കുള്ളൂ. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ബാക്കി ചപ്പാത്തിയും ചെയ്യാം. മുമ്പേ ചെയ്ത പോലെ ഒരു പകുതിയിൽ ചീസ് ഇടുക. അതിലേക്ക് കുറച്ച് ചിക്കൻ ഫില്ലിംഗ്, കവർ ചെയ്യുക. ബട്ടർ തേക്കുക രണ്ട് സൈഡിലും, ക്രിസ്പാക്കി എടുക്കുക. നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 4 ചപ്പാത്തി വെച്ചിട്ട് ഇതേപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഫില്ലിംഗ് ഇതും എടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 3ആയിട്ടോ 2ആയിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്യുകയാണ്. ഇതേപോലെ കിട്ടും. അപ്പോൾ ചപ്പാത്തി ചിക്കൻ സാൻഡ്വിച്ച് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. മാത്രമല്ല ഓഫീസിലൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ ക്രിസ്പായിരിക്കും, പുറം ക്രിസ്പും അകം നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറുമാണ്. ചൂടാറിയാലും ആ സോഫ്റ്റ്നെസ് എപ്പോഴും ഉണ്ടാവും. അപ്പം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ലഞ്ചിന് മാത്രമല്ല, സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വിശന്ന് വരുമ്പോൾ കൊടുക്കാൻ നല്ലതാണ്. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിന് ഉണ്ടാക്കാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you for watching Mahima's cooking class.